ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു. പുതിയൊരു മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക. ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതിയാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായതേത്? INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ വനിത പണ്ഡിത രമാബായി. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള. കോൺഗ്രസ് ചരിത്രത്തിലെ ഖേദകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത് 1907 സൂററ്റ് പിളർപ്പിനെയാണ്. INCയുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത ആദ്യ വനിത പണ്ഡിത രമാബായി ആണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. നമ്മുടെ INCയുടെ സമ്മേളനത്തെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് പണ്ഡിത രമാബായി അല്ല, കാദംബനി ഗാംഗുലിയാണ് കേട്ടോ. കാദംബനി ഗാംഗുലി ഓർത്തിരിക്കണേ. കാദംബനി ഗാംഗുലി. INCയുടെ സമ്മേളനത്തെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് ആരാണ്? കാദംബനി ഗാംഗുലി. ആർദ്രം മിഷനിലെ പ്രത്യേക ക്ഷണിതാവ് ആരാണ്? ആർദ്രം മിഷനിലെ പ്രത്യേക ക്ഷണിതാവ് ആരാണ്? ഓപ്ഷൻ എ സംസ്ഥാന പ്രതിപക്ഷ നേതാവാണ് കേട്ടോ. ശ്രദ്ധിക്കണേ. ആർദ്രം മിഷനിലെ പ്രത്യേക ക്ഷണിതാവ് ആരാണ്? സംസ്ഥാന പ്രതിപക്ഷ നേതാവാണ്. താഴെ പറയുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമല്ലാത്തതേത്? ഓപ്ഷൻ ഡി ടൈഫോയിഡ് ആണ്. ബാക്കിയെല്ലാം വായുവിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. ജലദോഷം, മീസിൽസ്, ക്ഷയം എന്നിവ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്ഥാപിതമായ വർഷമേത്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്ഥാപിതമായ വർഷമേത്? ഓപ്ഷൻ ബി 2008 കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്ഥാപിതമാകുന്നത് കേട്ടോ. അതിൻ്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരമാണ് കേട്ടോ. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. 2008 അത് സ്ഥാപിതമായിട്ടുള്ളത്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ആരംഭിച്ച വർഷമേത്? ആയുഷ്മാൻ ഭാരത് പദ്ധതി ആരംഭിച്ച വർഷമേത്? ഓപ്ഷൻ എ ആണ്. 2018 സെപ്റ്റംബർ 23 ആയുഷ്മാൻ ഭാരത് പദ്ധതി ആരംഭിക്കുന്നത് കേട്ടോ. ഒരു വർഷം ഒരു കുടുംബത്തിന് എത്ര ലക്ഷം രൂപ വരെയാണ് PMJAY വഴി പ്രയോജനം ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് കേട്ടോ. 5 ലക്ഷം രൂപയാണ് ഒരു വർഷം ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് കേട്ടോ. ഈ ഒരു ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം എന്നാണ് ആരംഭിച്ചത്? 2018 സെപ്റ്റംബർ 23 ഭക്ഷണത്തിൽ ആവശ്യത്തിലധികം കൊളസ്ട്രോൾ അടങ്ങിയിരുന്നതിനാൽ അതിധമനികളുടെ ഭിത്തിയിൽ അടിയുന്ന അവസ്ഥ എങ്ങനെ അറിയപ്പെടുന്നു? ഭക്ഷണത്തിൽ ആവശ്യത്തിലധികം കൊളസ്ട്രോൾ അടങ്ങിയിട്ട് അത് രക്തധമനികളിൽ അടിയുന്ന അവസ്ഥ, രക്തധമനികളുടെ ഭിത്തിയിൽ അടിയുന്ന അവസ്ഥയെ എന്ത് പറയുന്നു? ഓപ്ഷൻ ഡി അതിറോസ്ക്ലെറോസിസ് ആണ് കേട്ടോ. അതിറോസ്ക്ലെറോസിസിനെയാണ് എന്ത് പറയുന്നത്? നമ്മുടെ അധികമായിട്ടുള്ള കൊളസ്ട്രോള് എന്ത് ചെയ്യുന്നത്? ധമനികളുടെ ഭിത്തിയിൽ അടിഞ്ഞു കൂടിയിട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത്? അതിറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അതൊരു ജീവിതശൈലി രോഗമാണ് കേട്ടോ. അതിറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത് എന്താണ്? ജീവിതശൈലി രോഗമാണ്. ശരാശരി വിളവ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന നെൽകൃഷി സീസൺ ഏതാണ്? ശരാശരി വിളവ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന നെൽകൃഷി സീസൺ. ഓപ്ഷൻ എ മുണ്ടകനാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തക്കാളിയുടെ സങ്കരയിനങ്ങൾ അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തക്കാളിയുടെ സങ്കരയിനം അല്ലാത്തത്. മുക്തി, അനഘ, അക്ഷയ, ഹരിത. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹരിത എന്തിൻ്റെയാണ്? വഴുതനയുടെ സങ്കരയിനമാണ് കേട്ടോ. വഴുതനയുടെ സങ്കരയിനമാണ് ഹരിത എന്ന് പറയുന്നത്. മുക്തി, അനഘ, അക്ഷയ എന്തിൻ്റെയാണ്? തക്കാളിയുടെ സങ്കരയിനമാണ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ ശ്രീകാര്യം. ആവർത്തന പട്ടികയിലെ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത്? ആവർത്തന പട്ടികയിലെ വിലങ്ങനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി പീരിയഡുകളാണ് കേട്ടോ. കുത്തനെയുള്ള കോളങ്ങളാണെങ്കിൽ ഗ്രൂപ്പുകൾ എന്നാണ് അറിയുന്നത്. പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ അറിയപ്പെടുന്നത്? പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ സംക്രമണ മൂലകങ്ങൾ. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അലസവാതകം ഏത്? ഡിസ്ചാർജ് ലാമ്പുകളിൽ ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന അലസവാതകം. ഓപ്ഷൻ എ നിയോൺ. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷത ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്ന സവിശേഷതയെ എന്തു പറയുന്നു? ഓപ്ഷൻ ബി ഡക്റ്റിലിറ്റി ആണ് കേട്ടോ. ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ സാധിക്കുന്നത് ഏതാണ്? ഡക്റ്റിലിറ്റി. ബംഗാളിലെ ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ചിത്രം ഏത്? ബംഗാളിലെ ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ചിത്രം ഏത്? ഓപ്ഷൻ എ ഭാരത് മാതയാണ് കേട്ടോ. ഓപ്ഷൻ എ ഭാരത് മാതയാണ് അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ചിത്രമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രാമീണ ചെണ്ടക്കാരൻ സതി ഇതാരുടെയാണ്? സതിയും ഗ്രാമീണ ചെണ്ടക്കാരനും നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളാണ് കേട്ടോ. നന്ദലാൽ ബോസിൻ്റെ ചിത്രങ്ങളാണ് സതിയും ഗ്രാമീണ ചെണ്ടക്കാരനും. ഓർത്തിരിക്കണേ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ആരുടെ വാക്കുകൾ? ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. ബംഗാൾ വിഭജനം വെറും ഒരു അതിർത്തി പുനർനിർണയം മാത്രമാണെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബംഗാൾ വിഭജനം വെറും ഒരു അതിർത്തി പുനർനിർണയം മാത്രമാണ്, അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി കേഴ്സൺ പ്രഭു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ വ്യക്തി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ വ്യക്തി. ഓപ്ഷൻ എ ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ് കേട്ടോ. 1615 എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് കേരളത്തിൽ എത്തുന്നത്. പറങ്കിപ്പടയാളികൾ എന്ന പുസ്തകം രചിച്ചത് ആര്? പറങ്കിപ്പടയാളികൾ. ഓപ്ഷൻ എ കെ എം പണിക്കരുടെയാണ് കേട്ടോ. പറങ്കിപ്പടയാളികൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം ആരുടെയാണ്? കെ എം പണിക്കർ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ ദളങ്ങൾ ഏതു തരം ചലനത്തിന് ഉദാഹരണമാണ്? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ ദളങ്ങൾ ഏതു തരം ചലനത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ പരിക്രമണം. തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നതിലെ പ്രവർത്തന തത്വം എന്ത്? തൈര് കടഞ്ഞ് വെണ്ണ എടുക്കുന്നതിലെ പ്രവർത്തന തത്വം എന്ത്? ഓപ്ഷൻ എ അപകേന്ദ്രബലം. ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണം എന്ത് ചെയ്യുന്നു? മാറ്റമില്ലാതെ തുടരുന്നു, കുറയുന്നു, കൂടുന്നു, ആദ്യം കൂടി പിന്നീട് കുറയുന്നു. ഓപ്ഷൻ സി കൂടുന്നു. ഭാരം കൂടുന്നതിനനുസരിച്ച് ഘർഷണം എന്ത് ചെയ്യും? കൂടുന്നു. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം. ആവൃത്തിയാണ് കേട്ടോ. ഒരു സിമ്പിൾ പെൻഡുലത്തിൽ ഒരു സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണമാണ് എന്ത് എന്ന് പറയുന്നത്? ആവൃത്തിയായിട്ട് പറയുന്നത്. ഇതിൽ ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ന്യൂട്ടൺ ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ് കേട്ടോ. ബലത്തിൻ്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. 1999 കാർഗിൽ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം ഏത്? കാർഗിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ സൈനിക നീക്കം. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ വിജയ് ആണ് കേട്ടോ. ഓപ്പറേഷൻ വിജയ് ആണ്. ഈ ഓപ്പറേഷൻ മേഘദൂത് എന്താണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? നമ്മുടെ സിയാച്ചിൻ മലകളുടെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള ഓപ്പറേഷനാണ് കേട്ടോ. ഓപ്പറേഷൻ മേഘദൂത് എന്താണ്? നമ്മുടെ സിയാച്ചിൻ മലകളുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തിയിട്ടുള്ള സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത് എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറോ? സുവർണ ക്ഷേത്രത്തിൽ നിന്ന് തീവ്രവാദികളെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇന്ത്യയുടെ സൈനിക നീക്കമായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറോ? സിഖ് ഭീകരർക്കെതിരെയുള്ള നടത്തിയിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നീക്കത്തെയാണ് എന്ത് പറയുന്നത്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കേട്ടോ. ഈ ഓപ്പറേഷനുകളൊക്കെ പണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴും കയറി വരാം. ഈ കാർഗിലൊക്കെ ചോദിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന സമരം. കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിൽ നടന്ന സമരം ഏതാണ്? തോൽവിറക് സമരം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? പി കേശവദേവ് ഉലക്ക, പി ഭാസ്കരൻ വയലാർ ഗർജിക്കുന്നു, തകഴി ശിവശങ്കരപിള്ള തലയോട്, ചിരസ്മരണ വി കുഞ്ഞമ്പു. ഓപ്ഷൻ ഡി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള ജോഡി. ചിരസ്മരണ എഴുതിയത് ആരാണ്? നിരഞ്ജനയാണ് കേട്ടോ. നിരഞ്ജനയാണ് ചിരസ്മരണ എഴുതിയിട്ടുള്ളത്. വി കുഞ്ഞമ്പൂവിൻ്റെ കൃതി ഏതാണ്?
കയ്യൂർ സമരചരിത്രം എന്നുള്ളതാണ് കേട്ടോ. കയ്യൂർ സമരചരിത്രം. ഓക്കെ അല്ലേ? ചിരസ്മരണ ആരാണ് എഴുതിയത്? നിരഞ്ജന. വി കുഞ്ഞമ്പുവിൻ്റെ കൃതി ഏതാണ്? കയ്യൂർ സമരചരിത്രം എന്നുള്ളതാണ്. പി കേശദേവ് ഉലക്ക ശരിയാണ്. പി ഭാസ്കരൻ വയലാർ ഗർജിക്കുന്നു. തകഴി ശിവശങ്കരപിള്ള തലയോട്. മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ്. മൊറാഴ സമരവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ്. ഓപ്ഷൻ സി KPR ഗോപാലൻ ആയിരുന്നു കേട്ടോ. മൊറാഴ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരായിരുന്നു? KPR ഗോപാലൻ. സ്മൃതിനാശക രോഗം എന്നറിയപ്പെടുന്നത്. സ്മൃതിനാശക രോഗം. ഓപ്ഷൻ സി അൽഷിമേഴ്സ് ആണ്. താഴെ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നിവയെക്കുറിച്ച് ബോധമുളവാക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേവിഷബാധ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയെ ആണ്. ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ളത്. പേവിഷബാധ ബാധിക്കുന്നത് നാഡീവ്യവസ്ഥയല്ല മസ്തിഷ്കത്തെയാണ് കേട്ടോ ബാധിക്കുക. പേവിഷബാധ മസ്തിഷ്കത്തെയാണ് കേട്ടോ ബാധിക്കുക. ബാക്കിയെല്ലാം ശരിയാണ്. കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നിവയെക്കുറിച്ച് ബോധമുളവാക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രമാണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം. സങ്കോചിക്കുവാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനുമുള്ള കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലകൾ. സങ്കോചിക്കുവാനും പൂർവ്വസ്ഥിതി പ്രാപിക്കുവാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്ന കലകൾ ഏത്? ഓപ്ഷൻ ഡി പേശീകല. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ കവചം ഏത്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ കവചം ഏത്? ഓപ്ഷൻ എ കപാലമാണ് കേട്ടോ. കപാലമാണ് നമ്മുടെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ കവചം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അവയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലും തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 24 വരെ, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം 29 മുതൽ 30 വരെ. ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 24 വരെ എന്നുള്ളത് തെറ്റാണ്. ബാക്കിയെല്ലാം ശരിയാണ്. സമത്വം 14-18, മതസ്വാതന്ത്ര്യം 25-28, വിദ്യാഭ്യാസപരം സാംസ്കാരിക വിദ്യാഭ്യാസപരം 29 മുതൽ 30 വരെ. ഈ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്ര മുതലാണ്? 19 മുതൽ 22 വരെയാണ് അല്ലേ? 19 മുതൽ 22 വരെയാണ് എന്തിനുള്ളത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 23-24 എന്താണ്? അടിമത്തം, ചൂഷണം എന്നിവയ്ക്കെതിരെ ഉള്ളതാണ് അല്ലേ? കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഏത് മേഖലയാണ്? ഓപ്ഷൻ സി സേവന മേഖലയാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ശരീരത്തിലെ ഏത് അവയവത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ? ഓപ്ഷൻ സി വൃക്ക കേട്ടോ. വൃക്കയുടെ വൃക്കയിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഒരക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നു ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത്? ബോയിൽ നിയമം മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ചാൾസ് നിയമം താപനില കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ബോയിൽ നിയമം മർദ്ദം കൂടുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ചാൾസ് നിയമം താപനില കുറയുകയും വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. ശരിയായിട്ടുള്ളത് ഈ അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന വായുകുമിളകളുടെ വലിപ്പം മുകളിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമം ഏതാണ്? നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നത് ഏതാണ്? ബോയിൽ നിയമമാണ് അല്ലേ? ബോയിൽ നിയമമാണ്. അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന വായുകുമിളകളുടെ വലിപ്പം മുകളിലേക്ക് പോകുന്തോറും കൂടി വരാൻ കാരണമായിട്ടുള്ള നിയമം ഏതാണ്? ബോയിൽ നിയമമാണ്. മർദ്ദം കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യുന്നു. ഇതാണ് എന്ത് പറയുന്നത്? ബോയിൽ നിയമം എന്ന് പറയുന്നത്. വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക.
65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന പദ്ധതി. സംസ്ഥാനത്തെ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ മിഷനാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. വയോമിത്രം വയോമിത്രം തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ്. വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയല്ല എന്ന് പറയുന്നത് വയോമിത്രം എന്ന് പറയുന്നത് അല്ലേ. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇവർക്ക് എന്താണ് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന നമ്മുടെ സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ്. സംസ്ഥാനത്തെ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നുണ്ടാവുക. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഓപ്ഷൻ ഡി ബാലനാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏതാണ്? ബാലൻ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ഓപ്ഷൻ സി തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? ഓപ്ഷൻ ബി തിരുവനന്തപുരത്താണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് എവിടെയാണ് സ്ഥാപിതമായിട്ടുള്ളത്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏത്? ഓപ്ഷൻ എ അലഹബാദ് ടു ഹാൽഡിയ ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയപാത ഏതാണ്? അലഹബാദ് ടു ഹാൽഡിയ. ഡെക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി. ഓപ്ഷൻ ബി നർമ്മദ. സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് ഏത് ഭാഗം വഴിയാണ്? ചില്ലാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ സിന്ധു നദി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത്. ചില്ലാർ. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഓപ്ഷൻ എ കുമ്പളങ്ങിയാണ് കേട്ടോ. ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമവും കുമ്പളങ്ങിയാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം വില്ലേജ് ഏത് തന്നെയാണ്? കുമ്പളങ്ങിയാണ്. അർജുന അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഓപ്ഷൻ സി ജിമ്മി ജോർജ് ആണ് കേട്ടോ. അർജുന അവാർഡ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വോളിബോൾ താരം ആരാണ്? ജിമ്മി ജോർജ്. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ ബി മുത്തുസ്വാമിയാണ് കേട്ടോ. ശുചീന്ദ്രം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? മുത്തുസ്വാമി. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്ന് ആഹ്വാനം ചെയ്ത ആരാണ്? ചട്ടമ്പി സ്വാമികൾ. വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖ യാത്ര നയിച്ചതാരാണ്? ഓപ്ഷൻ എ മന്നത്ത് പത്മനാഭൻ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്ന പത്രം ഓപ്ഷൻ ഡി മിതവാദിയാണ് കേട്ടോ. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? മിതവാദിയാണ്. നമ്മുടെ തീയരുടെ മലയാളം മാസിക എന്നും കൂടെ ഈ മിതവാദി അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. തീയരുടെ മലയാളം മാസിക എന്നറിയപ്പെടുന്ന പത്രം ഏതായിരുന്നു? മിതവാദിയായിരുന്നു. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? അതും മിതവാദിയാണ്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏതാണ്? മഞ്ഞപ്പനി, ഈഡിസ് ഈജിപ്റ്റി, പ്ലേഗ് എലിച്ചെള്ള്, മലേറിയ അനോഫിലസ് പെൺകൊതുക്, മന്ത് ഈഡിസ് ഈജിപ്റ്റി. ഓപ്ഷൻ ഡി ആണ്. മന്ത് പരത്തുന്നത് ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകുകളാണ് കേട്ടോ. മന്ത് പരത്തുന്നത് ആരാണ്? ക്യൂലെക്സ് പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നത്. മഞ്ഞപ്പനി ഈഡിസ് ഈജിപ്റ്റി ശരിയാണ്. പ്ലേഗ് എലിച്ചെള്ളാണ് പരത്തുന്നത്. മലേറിയ എന്താണ്? അനോഫിലസ് പെൺകൊതുകുകളാണ്. മന്ത് ക്യൂലെക്സ് പെൺകൊതുകുകളാണ് പരത്തുന്നത്. 2016 വേൾഡ് ഹാപ്പി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2026 വേൾഡ് ഹാപ്പി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം.
ഓപ്ഷൻ സി ആണ് 116 കേട്ടോ. 2026 ഹാപ്പി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 116. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടിൻ്റെ കൺസ്യൂമർ ജസ്റ്റിസ് 2026 അല്ലെങ്കിൽ ഉപഭോക്തൃ നീതി റാങ്കിംഗ് പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 2026 ഉപഭോക്തൃ നീതി റാങ്കിംഗ് പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഓപ്ഷൻ എ 12 ആണ് കേട്ടോ. 12ാം സ്ഥാനമാണ് ഉപഭോക്തൃ നീതി റാങ്കിംഗ് പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം സ്വന്തമാക്കിയത് 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് സ്വന്തമാക്കിയത് ആരാണ്? ഓപ്ഷൻ എ പ്രൊഫസർ കവേ മദാനിയാണ് കേട്ടോ. പ്രൊഫസർ കവേ മദാനിക്കാണ് 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ 900 കരിയർ ഗോളുകൾ തികയ്ക്കുന്ന രണ്ടാമത്തെ താരം. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ 900 കരിയർ ഗോളുകൾ തികയ്ക്കുന്ന രണ്ടാമത്തെ താരം ഓപ്ഷൻ എ ലയണൽ മെസ്സിയാണ് കേട്ടോ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റായി നിയമിതനായത്. നിലവിലെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ ബി VP സാനു ആണ് കേട്ടോ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? VP സാനു. ഏഷ്യൻ ടെലികോം മാഗസിൻ സംഘടിപ്പിച്ച 2026 ഏഷ്യൻ ടെലികോം അവാർഡ്സിൻ്റെ ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ കേരള സർക്കാരിൻ്റെ പദ്ധതി. ഏഷ്യൻ ടെലികോം മാഗസിൻ സംഘടിപ്പിച്ച 2026 ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദി ഇയർ എന്ന പുരസ്കാരം നേടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഓപ്ഷൻ ബി കെ ഫോണിലാണ് കേട്ടോ ലഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ മരണാനന്തര അവയവദാതാക്കളുടെ സ്മാരകമായ വേവ് ഓഫ് ലൈഫ് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കേരളത്തിലെ മരണാനന്തര അവയവദാതാക്കളുടെ സ്മാരകമായ വേവ് ഓഫ് ലൈഫ് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? ഓപ്ഷൻ എ കൊച്ചിയിലാണ് കേട്ടോ. വേവ് ഓഫ് ലൈഫ് എവിടെയാണ് സ്ഥാപിതമാകുന്നത്? കൊച്ചിയിൽ. കേരളത്തിൽ 24/7 ഗുണനിലവാരമുള്ള വൈദ്യുതി ഉറപ്പാക്കാനും വൈദ്യുതി പ്രസരണ നഷ്ടം കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോക്താക്കളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാനും KSEB നടപ്പിലാക്കുന്ന സമഗ്ര പദ്ധതി ഓപ്ഷൻ സി ആണ്. ട്രാൻസ്ഗ്രിഡ് 2.0 ആണ് ആ പദ്ധതി എന്ന് പറയുന്നത്. കേരളത്തിൽ 24/7 ഗുണനിലവാരമുള്ള വൈദ്യുതി ഉറപ്പാക്കാനും വൈദ്യുതി പ്രസരണ നഷ്ടം കുറച്ച് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉപഭോക്താക്കളിലേക്ക് കാര്യക്ഷമമായി എത്തിക്കാനും KSEB നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ട്രാൻസ്ഗ്രിഡ് 2.0. 2025 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത്. 2025 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി KV രാമകൃഷ്ണനാണ് 2025 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ നിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ നിക്ഷേപണ കേന്ദ്രം നിലവിൽ വരുന്നത് ഓപ്ഷൻ ഡി കുലശേഖര പട്ടണമാണ്. അപ്പോൾ നമ്മുടെ LGS മോക്ക് ടെസ്റ്റ് ഇന്നത്തെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കുകൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ, എത്ര കിട്ടിയെന്നുള്ളത്. കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാവേ. താങ്ക്